തീപിടിച്ച കപ്പലിൽ ഫ്യൂവൽ ഓയിലും ഡീസൽ ഓയിലും തീ പടരാതിരിക്കാൻ കഠിന ശ്രമം. വടക്കുകിഴക്കൻ കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ചവരിൽ 5 മലയാളികളും. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ മുംബൈയിലേക്ക് പോകുന്നതിനിടെ ബേപ്പൂർ തുറമുഖത്തിന് സമീപം പുറം കടലിൽ വെച്ച് തീപിടിച്ച MV വാൻഹായ് 53 ചരക്ക് കപ്പലിൽ ഫ്യൂവൽ ഓയിലും ഡീസൽ ഓയിലും ഉണ്ടെന്ന് സ്ഥിരീകരണം. ഇതോടെ തീ പടരാതിരിക്കാൻ ശ്രമം ഊർജിതമാക്കി. കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. 157 കണ്ടെയ്നറുകളിലുള്ളത് അത്യന്തം അപകടകരമായ സാധനങ്ങളാണെന്ന് റിപ്പോർട്ട്. കപ്പൽ ഇതുവരെ കടലിൽ മുങ്ങിയിട്ടില്ല, എന്നാൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. കാണാതായ 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വടക്കുകിഴക്കൻ കെനിയയിലെ ന്യാൻഡറുവ പ്രവിശ്യയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ചവരിൽ 5 മലയാളികളും. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 28 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 32 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 14 പേർ മലയാളികളായിരുന്നു. പാലക്കാട് കോങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ, മകൾ ടെറ, തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ റൂഹി മെഹറിൻ, തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ചത്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ അകമഴിഞ്ഞ് ന്യായീകരിച്ചും UDF-ഉമായുള്ള മുന്നണി ബന്ധത്തെ തുറന്നും സമ്മതിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ ശക്തികളോ മതരാഷ്ട്രവാദികളോ അല്ലെന്ന് സതീശൻ പറഞ്ഞു. UDF പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിരുപാധിക പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയെ നൽകിയിട്ടുണ്ടെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി BJP നേതാവും നടനുമായ കൃഷ്ണകുമാറും മകൾ ദിയയും. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളാണ് പരാതി നൽകിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കൃഷ്ണകുമാറും മകളും ജാമ്യ ഹർജി നൽകിയത്. സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്ക് ചോദ്യം ചെയ്ത് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കണമെന്നും അധിക നിരക്ക് ഈടാക്കുന്നത് തടയണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമായി എത്തുന്നു. അടുത്ത ഒരാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 14, 16 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 12 മുതൽ 16 വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പിന്നാലെ സംഭവത്തിൽ ഇൻസ്പെക്ടർ KP അഭിലാഷിന് വീഴ്ച സംഭവിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തിറക്കി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി പ്രിയങ്ക ഗാന്ധിയോട് മറുപടി തേടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത്. ജനുവരിയിലാണ് ഹർജി നൽകിയിരുന്നത്. തെക്കുകിഴക്കൻ ഓസ്ട്രിയയിലെ ഗ്രാസ് നഗരത്തിലെ ഒരു സ്കൂളിൽ തോക്കുധാരി നടത്തിയ ആക്രമണത്തിൽ 9 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. ഡ്രയർ ഷൂട്ട്സൻ ഗാസയിലെ സെക്കൻഡറി സ്കൂളിലാണ് വെടിവെപ്പുണ്ടായത്. അക്രമി ഒരു വിദ്യാർത്ഥിയാണെന്നും ആക്രമണത്തിന് ശേഷം ആത്മഹത്യ ചെയ്തതായും ഓസ്ട്രിയൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു.
സ്വർണ്ണപ്പണയം സംബന്ധിച്ച് റിസർവ് ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വായ്പാ കാലാവധിയും വായ്പയായി ലഭിക്കുന്ന തുകയുടെ പരിധിയിലും മാറ്റം വരുന്ന തരത്തിലാണ് നിർദ്ദേശങ്ങൾ. ചെറുവായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യമനുസരിച്ച് കൂടുതൽ തുക വായ്പയായി ലഭിക്കുന്നതാണ് പുതിയ രീതി. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വാണിജ്യ ബാങ്കുകൾക്കും ഭവന വായ്പാ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാധകമായിരിക്കും. ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.